അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു 4 മണി പലഹാരമാണ്. അതിനുവേണ്ടി നമ്മുടെ അടുത്ത് വെച്ച് നമ്മൾ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് വേണ്ടത് കുറച്ച് പാലുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെഷറിങ് കപ്പാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാളികേരവും നമ്മുടെ നേന്ത്രപ്പഴവും നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അതോടൊപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഗോതമ്പിൻ്റെ മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 3 കപ്പ് ഗോതമ്പിൻ്റെ മാവ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ മാവിനെ കഴിഞ്ഞ് നമ്മൾ നുറുക്ക് ഗോതമ്പ് കുതിർത്തിയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാവ് ഉപയോഗിച്ചാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമുക്ക് 1/4 ടീസ്പൂൺ വീതം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുതിർത്തിയിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്, നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ആദ്യമേ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് മാവിൻ്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് പാലൊഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാളികേരവും നമ്മുടെ നേന്ത്രപ്പഴവും നമ്മൾ മിക്സ് ചെയ്ത് നെയ്യിൽ വഴറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ശർക്കര നമ്മുടെ മധുരത്തിന് തോന്നുന്ന രീതിയിലുള്ള ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ശർക്കര ചേർക്കേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ആ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇട്ടിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഴവും നമ്മുടെ നാളികേരവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് നമ്മുടെ ബാറ്ററിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിന് ഉപ്പ് ചേർക്കുന്ന കാര്യം പറഞ്ഞില്ല, കാരണം നമ്മുടെ ശർക്കരയിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ശർക്കരയിൽ ഉപ്പുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ലാസ്റ്റ് നമുക്ക് കുറച്ച് നമ്മൾ ഏലക്ക ഒന്ന് പൊടിപ്പിച്ച് നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും. ഇനി നമുക്കിതിനകത്ത് ഒരു പാനിനകത്ത് നമുക്ക് ലേശം ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കും. ബാറ്റർ ഒഴിച്ച് നമുക്കൊരു ടിൻ ഫോയിൽ വെച്ച് കവർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അല്ലെങ്കിൽ ലിഡ് വെച്ചൊന്ന് കവർ ചെയ്താലും മതി. നമ്മൾ നേരത്തെ പുഡിങ് ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ആ പുഡിങ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടിൻ ഫോയിൽ വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് ഒരു വളയം റിങ് പോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട്, ഒരു തട്ട് പോലെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ബാറ്റർ ടിൻ ഫോയിൽ പൊതിഞ്ഞ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കുക്കിംഗ് ടൈം വേണ്ടി വരും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടീ ടൈം റെസിപ്പി കൂട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാരണം അപ്പോൾ നമുക്ക് ഞാൻ ഫോയിലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ലേശം തണുത്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് കൈക്കൊന്നും ചൂടടിക്കാതിരിക്കും. കണ്ടോ, അപ്പോൾ നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കാം. നല്ല മുകളും താഴെ നല്ലതുപോലെ കുക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് കഴിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് നല്ല സോഫ്റ്റാണ്. കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോതമ്പിൻ്റെ പൊടിയാണ്. അല്ലെങ്കിൽ ഗോതമ്പ് നമ്മൾ നുറുക്ക് ഗോതമ്പുണ്ടെങ്കിൽ അത്രയും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഗോതമ്പ് പൊടി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തേങ്ങയും നമ്മുടെ പഴവും പിന്നെ ശർക്കരയും മാവും എല്ലാം നല്ല മിക്സായിട്ട് നല്ല ബ്ലെൻഡ് ആയിരിക്കുന്നുണ്ട്. നല്ല മണവും ഏലക്കയുടെ ആ ഒരു മണം, പിന്നെ എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഹെൽത്തിയാണ്. നമ്മൾ ആവിയിൽ പുഴുങ്ങുന്നതല്ലേ, അപ്പം കുറച്ചും കൂടെ ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടീ ടൈമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.